പരീക്ഷ കഴിഞ്ഞ് ആൻസർ ഷീറ്റ്സ് കിട്ടിത്തുടങ്ങി. ആൻസർ ഷീറ്റിൽ മാർക്ക് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവരുടെ പ്രശ്നമാണോ അതോ നമ്മുടെ പ്രശ്നമാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ആൻസർ ഷീറ്റ് കിട്ടിയ സമയത്ത് നിങ്ങളുടെ പല കൂട്ടുകാർക്കും പരീക്ഷ എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നല്ല മാർക്ക് കിട്ടിയവരുണ്ടായിരിക്കും. എന്താണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം? അവർ പഠിക്കാനെടുത്ത സമയവും അല്ലെങ്കിൽ പഠിക്കാനെടുത്ത എഫേർട്ടും, അല്ലെങ്കിൽ അവർ മോട്ടിവേറ്റഡ് ആവുക മാത്രമായിരുന്നില്ല, അവർ കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിലൊരു കൺസിസ്റ്റൻസി നിങ്ങൾക്കില്ലായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല. എന്നാൽ അത് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കാവും. അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആൻസർ ഷീറ്റ്സ് കിട്ടിയപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല മാർക്ക് ലഭിച്ച നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന ഇതേ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അവർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് വ്യത്യാസം? അവർ പഠിച്ച കാര്യങ്ങൾ കൃത്യമായും വൃത്തിയായും പഠിച്ചു. കിട്ടിയ മോട്ടിവേഷനെ കൺസിസ്റ്റന്റ് ആക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മക്കളെ, മോട്ടിവേഷൻ വീഡിയോസ് നമ്മൾ എല്ലാവരും കാണാറുണ്ട് അല്ലെ? 5 മിനിറ്റിന്റെയും 2 മിനിറ്റിന്റെയും 10 മിനിറ്റിന്റെ ഒക്കെ മോട്ടിവേഷൻ വീഡിയോസ് കാണും. ഞാൻ ഈ പറയുന്ന സമയത്ത് പോലും നിങ്ങൾ ചിലപ്പോൾ മോട്ടിവേറ്റഡ് ആയേക്കാം. എന്നാൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വെറും ഒരു സ്പാർക്ക് മാത്രമാണ്. അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് അത് നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ ആക്കി മാറ്റേണ്ടതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളൊരു സാധനം കാണുന്നു, ഞാൻ ഇനി നന്നായിട്ട് പഠിക്കും, ഇനിയുള്ള ഈ കൊല്ലം മുഴുവൻ ഞാൻ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണെന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. അതിനെ നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ ആക്ഷൻ ആക്കി മാറ്റുന്നതോ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ പഠിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നിങ്ങൾ നോക്കിയാലും സാധാരണഗതിയിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അതുപോലെയുള്ള ചോദ്യങ്ങളല്ല. കുറച്ചും കൂടി ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് വരുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കില്ലുകൾ അപ്ലൈ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റിലും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജികളും ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ഏതൊരു ടോപ്പിക് പഠിക്കുമ്പോഴും കൃത്യമായി അതിനെ അനലൈസ് ചെയ്ത് അതിനെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇനി മുമ്പോട്ട് വരുന്ന പരീക്ഷയിൽ ഒന്നും തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഈ ഒരു ലെവലിലോ അല്ലെങ്കിൽ ഇതിൽ കൂടിയ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിനും അല്ലെങ്കിൽ ബോർഡ് എക്സാമിനും ഒക്കെ ചോദിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. എന്നാൽ പോലും നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് വലിയ ഉപകാരം വന്നേക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന ഏതൊരു കാര്യവും ഇൻ ഡെപ്ത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ചോദിച്ചാലും കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഇത് ഭാവിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാനും സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനായി ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. AI-യുടെ സഹായത്തോടെയും അതുപോലെ തന്നെ മറ്റ് ഡിജിറ്റൽ ഡിവൈസസിന്റെ സഹായത്തോടെയും നിങ്ങൾ പഠിക്കുന്ന ഏതൊരു കാര്യത്തിന്റെയും സാധ്യതകളും അതുപോലെ തന്നെ അതിന്റെ പ്രായോഗികതയെ പറ്റിയും അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ റിസോഴ്സസും അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനത്തിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് ഇനി കാര്യമില്ല. വരാനിരിക്കുന്ന സമയം എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം എന്നാണ് നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത്. ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് ഞാൻ നന്നായി പഠിക്കും, ഉറപ്പായും പഠിക്കും എന്ന രീതിയിൽ ഗോൾ സെറ്റ് ചെയ്യാതെ ഇനി വരുന്ന ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും 3 മണിക്കൂർ വെച്ച് ഞാൻ പഠിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവായി കൺസിസ്റ്റന്റ് ആയി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന സംശയത്തിലാണ് നിങ്ങളെങ്കിൽ ഒട്ടും ആ സംശയം വേണ്ട. റേസിലെ എല്ലാ ടീച്ചേഴ്സും തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആൻഡ് നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ റെഡി ആണെങ്കിൽ യെസ് ഐ ആം റെഡി എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം കൂടി പറയാം: we are what we repeatedly do. Excellence then is not an act but a habit. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.